നമസ്കാരം എൻ്റെ നാട്ടുകാരെ. ഞാൻ ഇന്നലെ പോയി കൂലി എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഒരുപാട് പ്രതീക്ഷയോടൊന്നുമല്ല പോയെ. കാരണം ഒരു റിവ്യൂവും കണ്ടിട്ടില്ല. ഒരുപാട് പ്രതീക്ഷയോടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പടങ്ങളൊക്കെ വളരെ ഡിസപ്പോയിൻറ്റഡ് ആവാറാണ്. കൂലി കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. സിനിമ കണ്ടപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടിയാണ് സിനിമ കാണാൻ പോയത്. അവർക്ക് ഒത്തിരി ഇഷ്ടമായി സിനിമ. പക്ഷേ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നും അങ്ങ് മനസ്സിലാകുന്നില്ല. സിനിമ മുന്നോട്ട് പോകുമ്പോൾ പല ചോദ്യങ്ങളും സിനിമ നടക്കുമ്പോൾ തന്നെ. എന്താണ് ആ മനുഷ്യൻ ഇങ്ങനെ വന്നു? സ്റ്റാർട്ടിങ് സീനിൽ ഈ പുള്ളിക്കാരൻ ചിക്കൻ കട്ട് ചെയ്യുന്നത് കാണിച്ചു. എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? ക്ലൈമാക്സ് ആകെയാണ് മനസ്സിലാവുന്നത്. ഇവർ 19 പേര്, 18 പേര് കൂലികളായിരുന്നു എന്ന്. പക്ഷെ അവർ ഇത്രയും കാലം ആ റൂമിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ കാണിക്കേണ്ട ഒരു റൂമിൻ്റെ ഉള്ളിലുള്ള പുള്ളിക്കാരൻ പുറത്തേ വരാറില്ല. അപ്പോൾ തന്നെ നമുക്കറിയാം, ടീസറും ട്രെയിലറൊക്കെ കണ്ടതല്ലേ, ആരായിരിക്കും ആ പുള്ളിക്കാരൻ എന്ന്. പക്ഷേ ആ പുള്ളിക്കാരൻ്റെ എൻട്രി എക്സ്പെക്റ്റഡ് ആയിരുന്നു. അയാളെ വെച്ച് വെറുതെ ഒരു ക്യാമിയോ റോൾ അമീർ ഖാൻ വന്ന പോലിനെക്കാട്ടും വളരെ മോശമായിട്ട് പുള്ളിക്കാരനെ ഉപയോഗിച്ചു. സോബൻ നന്നായിട്ടുണ്ട്. BGM കുഴപ്പമില്ല, തിരക്കടില്ല. പാട്ടുകളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും ആ മ്യൂസിക് കൂടി ആ പടത്തിലില്ലെങ്കിൽ ആ സിനിമ വളരെ മോശം സിനിമയാണ്. ഇപ്പോഴും എനിക്കൊട്ടും വിശ്വാസമില്ല പടം നല്ല പടമാണെന്നൊരു മെജോറിറ്റി ഓഫ് പീപ്പിൾ പറയുന്നു. പക്ഷേ എന്താണ് പറയുക, ലോകേഷ് കനകരാജിൻ്റെ കണ്ടതിൽ വെച്ച് 3-4 പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും മോശം പടം. കാണണമെങ്കിൽ പോയി കാണാമെന്ന് തന്നെയുള്ളൂ. പക്ഷേ അതിഗംഭീര പടം എന്നൊന്നും ഇതിൽ പറയാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സീനുകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഇതെങ്ങനെ വന്നു. സത്യരാജിൻ്റെ പറ്റിയൊരു പ്രത്യേകിച്ചൊന്നുമില്ല. ആ പുള്ളിക്കാരൻ എന്തുകൊണ്ടങ്ങനെ ചെയ്യുന്നു? നാഗാർജുന ഒരു വില്ലനായിട്ട് വരുന്ന ക്യാരക്ടറാണ്. പക്ഷേ കൂടി